കലോത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരിടം എന്ന് പറയുന്നത് കലവറയാണ്. കാരണം കലോത്സവം ചൂട് പിടിക്കുന്നതിനനുസരിച്ച് ഇവിടെ കലവറയിൽ ചൂട് പിടിക്കുന്നതും എല്ലാവരും നോക്കി കാണുന്ന അല്ലെങ്കിൽ ആകാംക്ഷാപൂർവ്വം അവിടുത്തെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ 36ാമത് റവന്യൂ കലോത്സവത്തിലെ കലവറയിലാണ് നമ്മളുള്ളത്. ഇവിടെ നല്ല അരി വെന്തുകൊണ്ടിരിക്കുക. 4500 പേർക്കുള്ള ഭക്ഷണമാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി ഭക്ഷണം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പാത്രങ്ങൾ കഴുകുന്നു, പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്, വിഭവങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട്, എല്ലാം റെഡിയാണ്. ആളുകളൊക്കെ പല പന്തിയിലായിട്ട് ഭക്ഷണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 4 ദിവസവും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം തന്നെയാണ്. എല്ലാ കലോത്സവവും പോലെ തന്നെ ഈ കലോത്സവവും വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കിയിട്ടാണ്, വളരെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള വിഭവങ്ങളാണ് 4 ദിവസവും ഒരുക്കിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു കലോത്സവ വേദിയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കലവറ കാണാതെ അല്ലെങ്കിൽ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാതെ പോകുന്നത് ശരിയല്ലല്ലോ. നമ്മൾ ഈ ഒരു കലോത്സവത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിപ്പോൾ 36ാമത് കലോത്സവമാണ്. ഇത് കലവറ ഒരുക്കിയിട്ടുള്ളത് കൊടകര അയ്യപ്പദാസ് ചേട്ടനാണ് കേട്ടോ. ചേട്ടന് ഒരുപാട് വർഷമായിട്ട് റവന്യൂ കലോത്സവത്തിൻ്റെ കലവറ ഒരുക്കിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളും കൂടിയാണ്. അപ്പോൾ ഇത് എത്രാമത്തെ കലോത്സവമാണ് നമ്മളിങ്ങനെ വിഭവങ്ങൾ ഒരുക്കുന്നത്? റവന്യൂ ജില്ലയായിട്ടാണെങ്കിൽ 5ാമത്. പിന്നെ കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് ചെയ്തു കായിക മത്സരം കുന്നംകുളത്ത് നടന്ന പഴയിടം മാറുന്ന മത്സരം നടന്നു. നമ്മളിങ്ങനെ ഇതുപോലുള്ള യുവജനങ്ങൾ അല്ലെങ്കിൽ കൗമാരക്കാർക്കുള്ള ഇതുപോലുള്ള മത്സരങ്ങൾക്കൊക്കെ കലവറ ഒരുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ചലഞ്ചിങ് ആണല്ലേ. കാരണം നല്ല കൃത്യമായിട്ടുള്ള വലിയൊരു അളവിൽ ഉണ്ടാക്കണം എന്നുള്ളത് മാത്രമല്ല, നല്ല ടേസ്റ്റ് വേണം. എല്ലാവരും കാത്തു നോക്കിയിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അതുപോലെ തന്നെ നല്ല കൃത്യമായിട്ടുള്ള ഹൈജീനും കാര്യങ്ങളും എല്ലാം അതെപ്പോഴാണെങ്കിലും അതെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നോക്കണം എന്ന് തോന്നുന്നു കലോത്സവത്തിൽ. ശരിയല്ലേ? ഇത്രയധികം കുട്ടികൾ വരുന്നതല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ എങ്ങനെ കൊടുക്കണോ അതേപോലെ തന്നെ നല്ല ലെവലിൽ തന്നെ ഭക്ഷണം കൊടുക്കണം. അതേ ലെവലിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ അറിയാലോ, എല്ലാത്തിലും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ദൈവം സഹായിച്ചു ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇത്തവണ സബ് ജില്ല ഇരിഞ്ഞാലക്കുട സബ് ജില്ലയും കൊടുങ്ങല്ലൂർ സബ് ജില്ലയും ഒരേ സമയം തന്നെ ചെയ്തേ. അതൊരു വ്യത്യസ്തതയാണല്ലേ. ഒരേ സമയത്ത് 2 കലവറ നമ്മൾ ഒരുക്കിയിട്ടായിരുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ചലഞ്ചുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇത് 5ാമത്തെ റവന്യൂ കലോത്സവമാണ്. ഇവിടെ തന്നെ ഞാൻ 2ാമത്തെയാ. ഈ ഇരിഞ്ഞാലക്കുടയിൽ തന്നെ 2022 ഇവിടെ നടന്നപ്പോൾ അന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വിഭവങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും 4 ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുക എന്നുള്ളൊരു തീമല്ലേ നിങ്ങൾ? അപ്പോൾ ഓരോ ദിവസവും എന്തൊക്കെയാണ് ഉച്ചഭക്ഷണത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത്? ഇത് ഉച്ചഭക്ഷണത്തിൽ കൊണ്ടുവരുന്നത് വെച്ചാൽ ഇപ്പോൾ ഒരു ദിവസം ഇപ്പോൾ ഇന്നത്തെ ലെവലാണെങ്കിൽ മത്തങ്ങ പയർ എരിശ്ശേരി, ഒരു കാളൻ, ഒരു പുളിയിഞ്ചി, പയറും കായും തോരൻ, രസം, മോര്, അച്ചാർ, പുളിയിഞ്ചി, ഈ സാധനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ സദ്യ തന്നെ, വിഭവസമൃദ്ധമായൊരു സദ്യ തന്നെ, ഒരു കല്യാണ സദ്യ തന്നെ. ഇന്നത്തെ പായസം അടപ്രഥമനാണ്, നാളെ ഗോതമ്പാണ് പായസം, മറ്റന്നാൾ പരിപ്പ് പായസം. അങ്ങനെ പായസങ്ങളും വ്യത്യസ്തമായിരിക്കും. 4 ദിവസം 4 വ്യത്യസ്തമായ പായസങ്ങളും കറികളും വ്യത്യസ്തമായി മാറിക്കൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ പ്രഭാത ഭക്ഷണം ഒരുക്കുന്നുണ്ട് നാളെ മുതൽ അല്ലേ? അതെ. ഇന്ന് ഇതുണ്ടായിരുന്നില്ല. കാലത്ത് ചായയും കടിയും ഉണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ 4500 ആൾക്ക് ചായയും കടിയും ഇനിയിപ്പോൾ കൊടുക്കണം. പിന്നെ വൈകുന്നേരം 600 ആൾക്ക് അത്താഴമുണ്ട്. നാളെ കാലത്തൊട്ട് 10,000 പേർക്ക് ചായയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ചായ കടി, അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഇതുപോലെ തന്നെ അതെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ കറികളൊക്കെ ഇട്ട് ഇപ്പോൾ ഈ കറി ആയിരിക്കില്ല നാളെ ചെയ്യാം, അങ്ങനെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നു. നമ്മൾ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു കേട്ടു. ഇനി വൈകുന്നേരം 4 മണിക്ക് ചായ പ്ലസ് എന്താ ഉണ്ടാക്കുന്നത്? സ്നാക്സ് ചായ ഇന്ന് ഇതാണ്. കാലത്തുണ്ടായിരുന്നത് പരിപ്പുവടയായിരുന്നു. ഇപ്പോൾ വൈകിട്ടുണ്ടാകുന്നത് ബജിയാണ് ഉണ്ടാകുന്നത്, ചായയും ബജിയും. അപ്പോൾ ഈ 4500ഓളം പേര് ഇവിടെ എത്തുന്ന സമയത്ത് കാണാം അവിടെ സൈഡിൽ ബജി ബജി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമുക്ക് കലവറ ഒരു ഓഫ് ആവുന്ന പരിപാടി ഇല്ല. കാരണം ഒന്ന് കഴിയുമ്പോഴേക്കും ഉച്ചനേരം തീരുമ്പോഴേക്കും നമ്മൾ അടുത്ത ഐറ്റം ഉണ്ടാക്കണമല്ലോ. വൈകിട്ടുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ രാത്രി എപ്പോഴാണ് പരിപാടി കഴിയാന്ന് അറിയില്ല. ഒക്കെ ഗ്രൂപ്പ് ഐറ്റംസ് അല്ലേ. ഗ്രൂപ്പ് ഐറ്റംസ് ആകുമ്പോൾ പരിപാടി കഴിയുമ്പോൾ അവർ 11 മണി 12 മണിയൊക്കെ ആവും എല്ലാവരും ഭക്ഷണം കഴിക്കാനൊക്കെ. കാരണം വെച്ചാൽ വേറെ ആ നേരത്ത് വേറെ എവിടെയും കിട്ടാനും മാർഗ്ഗമില്ല കുട്ടികൾക്ക്. അപ്പോൾ എന്തായാലും ഇവിടേക്ക് വരും. അപ്പോൾ അങ്ങനെ ആ നേരത്തെ ഫുൾ ടൈം ഓണം തന്നെയായിരിക്കും കലവറ. കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് ഓണായിട്ട് കലോത്സവം തീരുന്നത് ആ ദിവസത്തെ വൈകുന്നേരം വരെയും ഓണായിരിക്കുന്ന ഒരു ഏരിയയാണ് നമ്മുടെ കലവറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയും വേണം. നമ്മളെപ്പോഴും എന്താ പറയുക, ഉഷാറായിട്ട് ഇങ്ങനെ പോകണമല്ലേ. നമുക്കൊരു വിശ്രമിക്കാൻ അധികം സമയം ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് 4 ദിവസം നമ്മൾ തകൃതിയായിട്ടുള്ള പണികളാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല ലെവലിൽ നടക്കട്ടെ. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കമ്മിറ്റി കൺവീനർ ആയിട്ടുള്ള സജി പോൾസൻ സാർ നമ്മുടെ കൂടെ ഉണ്ട്. മാഷെ, എങ്ങനെയുണ്ട് കലവറ? ഓണായല്ലോ.
ഭയങ്കര തിരക്ക് ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട്. പ്രോഗ്രാം കഴിയുന്ന കുട്ടികളൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു തിരക്കിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് പതുക്കെ സ്ലോ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് തിരക്കിലേക്ക് വന്നിട്ടുണ്ട്. എന്നാലും അത് മാനേജ് ചെയ്യാനുള്ള ആളുകളൊക്കെ ഇവിടെ സജ്ജാണ്. വേറെ തിരക്കുകളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിനുള്ള 4500 പേര് ഇവിടെ എത്താനുണ്ടല്ലേ? ഉണ്ട് 4500 പേർക്കാണ് നമ്മൾ ഇന്ന് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. കൊടകരയുള്ള അയ്യപ്പേട്ടനാണ് നമ്മുടെ ഭക്ഷണം ഒരുക്കുന്നത്. ഭക്ഷണത്തിൽ നിന്ന് ആർക്കും ഒരു പരാതിയില്ല. വളരെ മനോഹരമായ ഭക്ഷണം എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അടപ്രഥമൻ ഉൾപ്പെടെയുള്ള പായസം ഉൾപ്പെടെയാണ് നമ്മൾ വിഭവങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. 10ഓളം വിഭവങ്ങളാണ് ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മളിങ്ങനെ വിഭവങ്ങൾ എടുക്കുന്ന സമയത്ത് ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള വിഭവങ്ങളാണല്ലോ നമ്മൾ ഒരുക്കുക. അപ്പൊ അത് ചൂസ് ചെയ്യുന്നത് ഈ ഫുഡ് കമ്മിറ്റി തന്നെയാണോ? അതെ, നമ്മളാണ് ലിസ്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഓരോ ദിവസം ഇന്ന പായസം ഇന്ന വിഭവങ്ങൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 4 ദിവസം വ്യത്യസ്ത പായസങ്ങളായിരിക്കും നമ്മൾ ഈ മേളയുടെ ഭാഗമായിട്ട് വിളമ്പുന്നത്. ഇത് അറിയാനാണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം കലവറയിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയൽ ഒരു കലോത്സവം എന്ന് പറയുമ്പോൾ അതിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ ആൾക്കാർക്ക് ഇത് അറിയാം. ഇന്ന് അടപ്രഥമനാണെങ്കിൽ ഒരു ദിവസം ഗോതമ്പ് പായസം, ഒരു ദിവസം പാലട, ഒരു ദിവസം അരിപ്പായസം, അങ്ങനെ ആ രീതിയിലാണ് നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്ത് പോയിരിക്കുന്നത്. അത് ചിലപ്പോൾ ഏതെങ്കിലും ദിവസം വ്യത്യാസം വരാം. ഇപ്പം അങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് പോയിരിക്കുന്നത്. 4 ദിവസവും ഈ പറയുന്ന വ്യത്യസ്ത വിഭവങ്ങളായിരിക്കും എന്തായാലും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുക. അപ്പോൾ ഇത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരുപാട് പേര് ഒരുമിച്ച് എത്തുമ്പോൾ ഇവിടെ അറേഞ്ച് ചെയ്യാനും എല്ലാവരെയും ഒന്ന് സർവീസ് ചെയ്യാൻ നമ്മുടെ കൂടെ ആരൊക്കെയാണ് ചേരുന്നത്? അതായത് ഇതിപ്പോൾ ഫുഡ് കമ്മിറ്റി എടുത്തിരിക്കുന്നത് KST എന്ന് പറഞ്ഞ അധ്യാപക സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ അധ്യാപകർ കൂടി ഉണ്ട്. 150-150ഓളം അധ്യാപകർ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. കുറച്ച് വളണ്ടിയേഴ്സ് നമ്മുടെ കൂടെ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ ഫുഡ് കമ്മിറ്റി ആണെങ്കിലും അതിന് കുറേ സബ് കമ്മിറ്റികളുണ്ട്. ഇപ്പോൾ കൂപ്പൺ വാങ്ങാൻ, കലവറ നോക്കാൻ, അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് പർച്ചേഴ്സ്, അങ്ങനെ പല സബ് കമ്മിറ്റികൾ ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പം അങ്ങനെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് കലവറ മുഴുവൻ ആളുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. നല്ല